Hello. 10th standard CBSE ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഇലക്ട്രിസിറ്റി. ആ ഇലക്ട്രിസിറ്റിയുടെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഈ ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം എന്താണ് ഇലക്ട്രിസിറ്റി. ഗ്രീക്ക് വേർഡ് ഇലക്ട്ര. ഈ ഇലക്ട്ര എന്ന് പറഞ്ഞ വേർഡ് ഒരു ഡെറൈവ് ചെയ്യാണ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രയുടെ മീനിങ് ചാർജ്. ക്ലിയറല്ലേ? അപ്പം ഇലക്ട്രിസിറ്റിയുടെ മീനിങ് എന്തുമായിരിക്കും? സ്റ്റഡി ഓഫ് ചാർജസ്. അപ്പം നമുക്ക് ഇലക്ട്രിസിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ചാർജസ്. അപ്പം ഈ സ്റ്റഡി ഓഫ് ചാർജസിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് നോൺ ആസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി and the second one is known as current electricity. Okay, അപ്പോൾ സ്റ്റാറ്റിക്കിന്റെ മീനിങ് എന്താണ്? റെസ്റ്റ്. ഇലക്ട്രിസിറ്റി എന്തുവാണ്? സ്റ്റഡി ഓഫ് ചാർജസ്. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്തുമായിരിക്കും? ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത കറണ്ടിന്റെ മീനിങ് എന്തുവാണ്? ഓക്കെ, റിവറിന്റെ കേസ് പറയുമ്പോൾ ഒഴുക്കുണ്ടെന്ന് പറയും, കറണ്ട് ഉള്ള റിവറാണെന്ന് പറയും അല്ലേ? സോ ഫ്ലോ, അതാണ് എന്ത് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം മോഷനെ ഡെപ്പിക്ട് ചെയ്യുന്നല്ലേ? സോ ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി എന്തുവായിരുന്നു? സ്റ്റഡി ഓഫ് ചാർജസ്. ഇലക്ട്രിസിറ്റി ഡിറൈവ് ചെയ്ത ഗ്രീക്ക് വേർഡ് ഇലക്ട്രാണിൽ നിന്ന്. അതേപോലെ ഇലക്ട്രിസിറ്റി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി. അതിൻ്റെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്, വൈൽ കറണ്ട് ഇലക്ട്രിസിറ്റി ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സെക്ഷൻ. ക്ലിയർ ആയി? അപ്പോൾ ഇനി നമുക്ക് ചാർജസിന്റെ ടൈപ്സ് വരും. ഓക്കെ, നമുക്ക് ചാർജസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് നോൺ ആസ് പോസിറ്റീവ് ചാർജ് and the second one is known as negative charge. നമുക്ക് എത്ര ടൈപ്പ് ചാർജ് ഉണ്ട്? രണ്ട് ടൈപ്പ് ചാർജ്. അതിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജസ് എന്ന് പറയുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ. അപ്പം പ്രോട്ടോണും ഇലക്ട്രോണും നമുക്ക് എവിടെ വരുന്നത്? കെമിസ്ട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഒരു ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റത്തിന്റെ ഏറ്റവും സെന്റർ മോസ്റ്റ് പോർഷനെ വിളിക്കുന്ന പേര് എന്താണ്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ അടുത്തുള്ള പാർട്ടിക്കിൾസ് രണ്ടുണ്ടാവും. ഏതൊക്കെയാ? പ്രോട്ടോണും ന്യൂട്രോണും. അതിൻ്റെ അകത്ത് പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ്, ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് ആണ് അല്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാകും. ഈ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പുറത്തുള്ള ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്സിൽ കിടന്ന് കാണുന്നത് അല്ലേ? അപ്പൊ ഈ ഔട്ടർ ഓർബിറ്റ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റിലും ഓരോ ഓർബിറ്റിൽ കിടന്ന് കറങ്ങുന്നതാണ് വിളിക്കുന്നത് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദീസ് ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ്. അപ്പൊ നമുക്ക് നോക്കാം. പ്രോട്ടോൺ പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. പ്രോട്ടോൺ ന്യൂക്ലിയസിന്റെ അകത്താണ്, ഇലക്ട്രോൺ പുറത്ത് കറങ്ങുന്നത്. അപ്പൊ ആരായിരിക്കും മൂവ്മെന്റ് നടക്കുക? മൂവ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ആർക്കായിരിക്കും? ഇലക്ട്രോൺ ആയിരിക്കും. ഓർമ്മ വേണം. അപ്പൊ ഫ്ലോ ഓഫ് ചാർജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്, ഒരിക്കലും എന്തല്ല ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് പ്രോട്ടോൺസോ അല്ല. ഇതാണ് നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കാൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മെഷർമെന്റ് എങ്ങനെയാണല്ലോ? മെഷർമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചാർജസിനെ മെഷർ ചെയ്യാം. നമ്മൾ അറിയാം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാറുണ്ട്, മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത് അല്ലേ? ടൈം മെഷർ ചെയ്യാറുണ്ട്, ഇതിലാണ് സെക്കൻഡ്സ്. അതേപോലെ നമ്മൾ മാസ് മെഷർ ചെയ്യാറുണ്ട്, ഇതിലാ കിലോഗ്രാം. അതുപോലെ നമുക്ക് എന്തിനെ മെഷർ ചെയ്യണം? ചാർജസ് മെഷർ ചെയ്യണം. ഈ മെഷറിംഗ് എല്ലാം എന്ത് സിസ്റ്റം അനുസരിച്ചാണ് മെഷർ ചെയ്യുന്നത്? SI സിസ്റ്റം അല്ലേ? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതേപോലെ നമുക്ക് ചാർജസിനെ എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. ചാർജിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റാണ് കൂളം. ഓക്കെ, ക്യാപിറ്റൽ C വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ചാർജസ് ആർ മെഷർഡ് ഇൻ കൂളം. അപ്പോൾ ലെങ്ത് നമ്മൾ പറയുമ്പോൾ 2 മീറ്റേഴ്സ്, ടൈം നമ്മൾ പറയുമ്പോൾ 4 സെക്കൻഡ്സ്, മാസ് പറയുമ്പോൾ 3 കിലോഗ്രാം. അതേപോലെ നമുക്ക് ചാർജസ് പറയുമ്പോൾ എങ്ങനെ പറയാം? 2 കൂളം, 3 കൂളം, 4 കൂളം എന്ന് പറഞ്ഞ് നമുക്ക് മെഷർമെന്റ്. സോ ദ SI യൂണിറ്റ് ഓഫ് ചാർജസ് കൂളം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു SI യൂണിറ്റ് ഓഫ് ചാർജ് കൂളം ആണ് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് ചാർജസിന്റെ കേസ് നമ്മൾ പഠിച്ചത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അപ്പോൾ പോസിറ്റീവ് ചാർജ് നമ്മൾ വിളിച്ച പേര് എന്തുവായിരുന്നു? പ്രോട്ടോൺ. അതേപോലെ നെഗറ്റീവ് ചാർജിനെ വിളിച്ച പേര് എന്തുവായിരുന്നു? ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു പ്രോട്ടോണിന്റെ ചാർജ് നോക്കാം. ചാർജ് ഓൺ എ പ്രോട്ടോൺ. അതേപോലെ നമുക്ക് ആദ്യം നോക്കണം ഇലക്ട്രോൺ. സോ വി ക്യാൻ റൈറ്റ് ചാർജ് on
and electron. Okay, charge on proton positive ആയിട്ട് ഒന്നുകൂടെ പോസിറ്റീവ് ആയിട്ട്, അതേപോലെ ചാർജ് ഓൺ ഇലക്ട്രോൺ എന്തായിരിക്കും നെഗറ്റീവ് ആണ്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.6 into 10⁻⁻19 കൂളം. അപ്പോൾ ഒരു പ്രോട്ടോണിന്റെ ചാർജ് എത്രയാണ്? 1.6 into 10⁻⁻19 കൂളം. അതേപോലെ ഇലക്ട്രോണിന്റെ ചാർജ് എങ്ങനെ എഴുതാം? 1.6 into 10⁻⁻19 കൂളം എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാമല്ലോ, പ്ലസ് മൈനസ് മാത്രമേ മാറുന്നുള്ളൂ, ന്യൂമറിക്കൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ പ്രോട്ടോണിന്റെ വാല്യൂ എന്താണ്? പ്ലസ് 1.6 into 10⁻⁻19 കൂളം. അതേപോലെ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? മൈനസ് 1.6 into 10⁻⁻19 കൂളം. സോ ഇതിനെ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? E എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് ബേസിക് ചാർജ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ പോസിറ്റീവ് റെപ്രസെന്റ് ചെയ്യാം, ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മൈനസ്. അപ്പോൾ പ്രോട്ടോണിന്റെ ചാർജ് പ്ലസ് ഇ, ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ്. പ്ലസ് ഇ എന്ന് പറയുന്നത് അർത്ഥം എന്താണ്? പ്ലസ് 1.6 into 10⁻⁻19 കൂളം. അറ്റ് ദ സെയിം ടൈം ചാർജ് ഓൺ ഇലക്ട്രോൺ എന്ന് പറയുന്നത് മൈനസ് ഇ ആണ്. മൈനസ് ഇയുടെ മീനിങ് എന്താണ്? മൈനസ് 1.6 into 10⁻⁻19 കൂളം. ഓക്കെ, ഇനി നമുക്ക് ഒരു നോർമൽ ഒബ്ജക്റ്റിന്റെ ചാർജ് നമുക്ക് എടുക്കുകയാണ്. ഓക്കെ, ബേസിക് ആയിട്ട് നമ്മൾ ഒരു ബോഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോഡിയിൽ ഒരു 4 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഈക്വലൻസ് 4 നെഗറ്റീവ് ചാർജുകളാണ്. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ന്യൂട്രൽ കണ്ടീഷൻ വിളിക്കുന്നത്. സോ നോർമലി ആൻ ഒബ്ജക്റ്റ് ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. എങ്ങനെയാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ട്? 4 പോസിറ്റീവ് ചാർജ് വന്നപ്പോൾ എത്ര നെഗറ്റീവ് ചാർജ് വന്നു? 4 നെഗറ്റീവ് ചാർജ്. അത് പ്രോട്ടോൺസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാൽ ടോട്ടൽ പോസിറ്റീവ് ചാർജ് എത്ര? പ്ലസ് ഇ 4 അല്ലേ. നെഗറ്റീവ് ചാർജ് വരുമ്പോൾ -4. ഇതിന്റെ രണ്ടിനെയും റിസൾട്ട് എത്ര? 0 അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബോഡിയുടെ ടോട്ടൽ ചാർജ് നെറ്റ് ചാർജ് എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇതേപോലെ ഞാൻ ഈ ഓരോ ഒബ്ജക്റ്റിനെയും കൂടെ കൺസിഡർ ചെയ്യും. ഓക്കെ, another electrically neutral object which is having 3 negative charges and 3 positive charges. ഈ രണ്ട് ബോഡീസ് എടുത്തിട്ട് റബ്ബ് ചെയ്യാൻ പോകും. ഓക്കെ, ഈ രണ്ട് ഒബ്ജക്ട്സ് നമ്മൾ റബ്ബ് ചെയ്യാം. ഇത് റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഏതെങ്കിലും ഒരു ബോഡിയിൽ നിന്ന് ചാർജ് എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും? ഇനി ഒരു ബോഡിയിലൂടെ ഫ്ലോ ചെയ്യും. നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കണം, ഇലക്ട്രോണെ ഫ്ലോ ചെയ്യത്തോളും ഇലക്ട്രോണെ മൂവ് ചെയ്യത്തോളും. ആര് മൂവ് ചെയ്യില്ല? പ്രോട്ടോൺ മൂവ് ചെയ്യില്ല. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് ചാർജസ് ഫ്ലോ ചെയ്തിട്ട് വന്നു കൺസിഡർ ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ച്, ഇവിടുത്തെ ഈ പ്ലസും ഈ മൈനസും, ഈ പ്ലസും ഈ മൈനസും ക്ലിയർ. ഇനി 2 നെഗറ്റീവ് ഇങ്ങോട്ട് വന്നില്ലേ? ആ 2 ചാർജസിനെ ഞാൻ ഇങ്ങോട്ട് മാർക്കാം. അപ്പം ഇത് ഓൾറെഡി ന്യൂട്രൽ അല്ലായിരുന്നു, ഇതെല്ലാം പോയല്ലോ. അപ്പം ഇതിന് എത്ര കിട്ടി? 2 നെഗറ്റീവ് ചാർജ് കിട്ടി. ഇത് 2 നെഗറ്റീവ് പോയില്ല. അപ്പം ഇവിടെ ആരേ ഉള്ളൂ? 2 പോസിറ്റീവ് ചാർജ്. ഇവിടെ ആരുണ്ട്? 2 നെഗറ്റീവ് ചാർജ്. അപ്പം ഈ ഒബ്ജക്റ്റ് എന്തുവാണ് ചെയ്യുന്നത്? ഇലക്ട്രോണെ ലൂസ് ചെയ്യും അല്ലേ. അപ്പം ഈ ബോഡി എന്ന് ചെയ്യുന്നത് ഇലക്ട്രോണെ ഗെയിൻ ചെയ്യും. അപ്പം ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്തായിട്ട് മാറി? നെഗറ്റീവായിട്ട് മാറി. ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്തായിട്ട് മാറി? പോസിറ്റീവ്. ഓക്കെ, അപ്പം ഞാൻ താഴെ എഴുതുവാണ്, ലൂസസ് ഇലക്ട്രോൺ മീൻസ് ഇലക്ട്രോണെ കൊടുക്കുക. ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. അങ്ങനെ ഇലക്ട്രോണെ കൊടുത്തുകൊണ്ട് പോസിറ്റീവ് ആകുന്ന ഒബ്ജക്ട്സിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ പോസിറ്റീവ്. ഓക്കെ, അതേപോലെ ഇറ്റ്സ് ഗെയിൻസ് ഇലക്ട്രോൺ. ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാൻ പോകും. ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുക. നെഗറ്റീവ് കിട്ടിയാൽ നമ്മൾ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും അല്ലേ. സോ ഇറ്റ് ബിക്കം നെഗറ്റീവ്. അപ്പം നമുക്ക് ഇലക്ട്രോണെ ഗെയിൻ ചെയ്തത് നെഗറ്റീവ് ആകുന്ന ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം ഇലക്ട്രോ നെഗറ്റീവ് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ 2 ഒബ്ജക്ട്സ് നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഒരു ഒബ്ജക്ട് ഇലക്ട്രോണെ യൂസ് ചെയ്യും അല്ലേ. ഇനി ഒരു ഒബ്ജക്ട് എന്ത് ചെയ്യും? ഇലക്ട്രോണെ ഗെയിൻ ചെയ്യും. ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് പോസിറ്റീവ് ആയിട്ട് മാറും. ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന ഒബ്ജക്റ്റ് നെഗറ്റീവ് ആയിട്ട് മാറും. നമുക്ക് 2 എക്സാമ്പിൾസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കേണ്ട 2 എക്സാമ്പിൾസ്. നമുക്ക് സിൽക്ക് ക്ലോത്തും ഗ്ലാസ് റോഡ് റബ്ബ് ചെയ്യുവാണ് കൺസിഡർ ചെയ്യും. ഓക്കെ, സിൽക്ക് തുണി എടുത്തു, അതേപോലെ ഗ്ലാസ് റോഡ് രണ്ടും കൂടെ റബ്ബ് ചെയ്യും. അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ സിൽക്ക് നെഗറ്റീവായിട്ട് മാറും, ഗ്ലാസ് റോഡ് പോസിറ്റീവായിട്ട് മാറും. സിൽക്ക് നെഗറ്റീവ് ആകാന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പറഞ്ഞേ, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്തു കാണും അല്ലേ. അതേപോലെ ഇപ്പൊ ഗ്ലാസ് റോഡ് എന്ത് ചെയ്തു? ഇലക്ട്രോണെ കൊടുത്തു. ഇതേപോലെ ഇനി ഒരു പേരും കൂടെ പഠിക്കാനുണ്ട്. എബനൈറ്റ് റോഡും ഫർ അല്ലെങ്കിൽ കാറ്റ്സ്കിൻ ടെഡിബെയർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ. അപ്പം എബനൈറ്റ് റോഡും ഫർ റബ്ബ് ചെയ്യുമ്പോൾ എബനൈറ്റ് റോഡ് നെഗറ്റീവായിട്ട് മാറും,
ഫർ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട്. ഈ രണ്ട് പെയർ അടിക്കണം. ഏതൊക്കെയാണ്? സിൽക്ക് റബ്ഡ് വിത്ത് ഗ്ലാസ് റോഡ്, അതേപോലെ എബണൈറ്റ് റോഡ് റബ്ഡ് വിത്ത് ഫർ. സിൽക്ക് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ഗ്ലാസ് എന്തായിട്ട് മാറും? പോസിറ്റീവ്. ഇവിടെ എബണൈറ്റ് റോഡ് എന്തായി? നെഗറ്റീവ്. നെഗറ്റീവ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യും അല്ലേ? അതേപോലെ ഫർ എന്തായിട്ട് മാറി? പോസിറ്റീവ് ആണ്. ഇത്രയും കേസാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാം. അപ്പോൾ അടുത്ത പഠിക്കാൻ വന്ന ടോപ്പിക് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. 10th നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് മാത്രം പഠിക്കാം. 12th ടോപ്പിക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്താണെന്ന് പഠിക്കാൻ വേണ്ടി. ഓക്കെ, ഞാനിവിടെ ഒരു 5 സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് എടുക്കും. ഓക്കെ, എ ബി സി ഡി ഇ ഇത്ര ഒബ്ജക്ട്സ്. ഇതിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന ബോഡിയിൽ കുറച്ച് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ബിയിൽ കുറേ നെഗറ്റീവ് ഉണ്ട്, സിയിൽ പോസിറ്റീവ് ഉണ്ട്, ഡിയിൽ പോസിറ്റീവ് ഉണ്ട്, ഇയിൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ. അപ്പോൾ നമുക്കൊരു ബോഡിയുടെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ, ടോട്ടൽ ചാർജ് വിളിക്കാൻ പറയും, നെറ്റ് ചാർജ് വിളിക്കും. ഞാൻ ടോട്ടൽ ചാർജ് വിളിക്കാം. ശ്രദ്ധിച്ചു നോക്കി, ഞാൻ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. എയുടെ ടോട്ടൽ ചാർജ് ക്യൂ എന്ന് റെപ്രസെന്റ്. ഓക്കെ, ടോട്ടൽ ചാർജ് ഓഫ് നെറ്റ് ചാർജ് ഓഫ് ബോഡി ഇസ് റെപ്രസെന്റ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എത്ര ചാർജസ് ഉണ്ട്? 7 ചാർജ് ഉണ്ട്. ഈ 7 എന്ത് ചാർജാണ്? പോസിറ്റീവ് ആണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പ്ലസ് ഇ എന്നും നെഗറ്റീവിനെ റെപ്രസെന്റ് ചെയ്യുന്ന മൈനസ് ഇ എന്നും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ചാർജസ് ഉണ്ട്? 7 പോസിറ്റീവ് ചാർജ്. പ്ലസ് 7e. ഈ ബേസിക് ചാർജ് ആണ്. ഇലക്ട്രോണും പ്രോട്ടോണും കോമൺ ആണ്. പ്ലസ് റെപ്രസെന്റ് ദി പോസിറ്റീവ് ചാർജ്. ബി നോക്കിക്കേ, എത്ര ഉണ്ട്? 5 ചാർജ് അല്ലേ? ഈ 5 ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്, മൈനസ് ആണ്. സോ മൈനസ് 5. അടുത്ത ഒബ്ജക്റ്റ് സി നോക്കിയേ. സി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര ചാർജ് ഉണ്ട്? 3 ചാർജ്. 3 പോസിറ്റീവ് അല്ലേ? പ്ലസ് 3e. ഇനി അടുത്തത് ഡി നോക്കാം അല്ലേ? ഡി എത്ര ചാർജ് ഉണ്ട്? എത്ര ചാർജ് ഉണ്ട്? 4 ചാർജ്. 4 ചാർജ് എന്താണ്? പോസിറ്റീവ്. അപ്പൊ ടോട്ടൽ ചാർജ് എടുക്കുക പ്ലസ് 4. ഈയുടെ കേസ് നോക്കാം അല്ലേ? ഈ നോക്കുമ്പോഴത്തേക്ക് എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്? 1 2 3 4 5 6 6 നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ? എത്ര പോസിറ്റീവ് ഉണ്ട്? 1 2 3. അപ്പൊ ഈ 3 പോസിറ്റീവ് ചാർജും 3 നെഗറ്റീവ് ചാർജും എന്തായി? ക്യാൻസൽ. അപ്പൊ റിസൾട്ടിന്റെ ചാർജ് മാത്രമേ ഉള്ളൂ. 1 2 3. ഈ 3 എന്ത് ചാർജ് ആണ്? നെഗറ്റീവ് ആണ്. സോ വി ക്യാൻ റൈറ്റ് 3e. നെഗറ്റീവ് അല്ലേ? മൈനസ്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് നോക്കിയേ 7 5 3 4 എന്നൊക്കെയാണ്. ഒരിടത്ത് നമ്മൾ 3.5 എന്നോ 4 and 3/4 എന്നോ 2 and 1/4 എന്നോ ഒന്നും എഴുതിയിട്ടില്ല അല്ലേ? അപ്പൊ നമുക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സിൽ എന്ത് വരാറില്ല? ചാർജ് വരാറില്ല. ചാർജ് എപ്പോഴും എന്തുമായിരിക്കും? ഹോൾ നമ്പറിലായിട്ട് മാത്രമേ എഴുതാറുള്ളൂ അല്ലേ? സോ Q is equal to പ്ലസ് or minus E എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. This Q is equal to plus or minus E is known as quantization of charge. So the total charge on a body will always be an integral multiple of basic charge. എന്താ പറഞ്ഞേ? Integral multiple. Integral multiple meaning 1 2 3 4 etc. ആയിരിക്കും. ഒരിക്കലും ഇതുപോലെ 3.5 4 2 കടന്നു വരത്തില്ല. ഇതാണ് എന്ത്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. നമുക്ക് ഇക്വേഷൻ പഠിക്കാമല്ലോ. Q is equal to plus or minus n E. പ്ലസ് ആണെങ്കിൽ പ്രോട്ടോൺസ് പോസിറ്റീവ്, മൈനസ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്, ഇലക്ട്രോൺസ് ആണ്. n എന്തുവാണ്? ദി നമ്പർ ഓഫ് ചാർജ്. നമ്പർ എപ്പോഴെങ്കിലും ആയിരിക്കും കൗണ്ടിങ് നമ്പേഴ്സ് ആയിരിക്കും. അതേപോലെ E എന്താണ്? ബേസിക് ചാർജ്. ബേസിക് ചാർജിന്റെ വാല്യൂ എത്രയായിരുന്നു? ഒന്നോട്ട് നോക്കി. ബേസിക് ചാർജിന്റെ വാല്യൂ എത്രയായിരുന്നു? 1.6 × 10⁻⁻⁹ കൂളും. സോ ഇത്രയും സെക്ഷനാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പം എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇലക്ട്രിസിറ്റി പഠിച്ചായിരുന്നു അല്ലേ? എന്തുവായിരുന്നു ഇലക്ട്രിസിറ്റി? സ്റ്റഡി ഓഫ് ചാർജസ്. ഇലക്ട്രിസിറ്റി എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു? 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, കറണ്ട് ഇലക്ട്രിസിറ്റി. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്തുവായിരുന്നു? സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. അതേപോലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്തുവായിരുന്നു? സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ. ക്ലിയർ അല്ലേ? ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? ചാർജസ് പഠിച്ചു. ചാർജിനെ മെഷർ ചെയ്യാനും പഠിച്ചു. ചാർജിന്റെ മെഷർമെന്റ് SI യൂണിറ്റിൽ എന്തുവാണ്? കൂളം, റെപ്രസെന്റ് ബൈ ക്യാപിറ്റൽ C. ഇനി എത്ര ടൈപ്പ് ചാർജ് പഠിച്ചേ? 2 ടൈപ്പ് ചാർജ്. ഒന്ന് എന്തുവായിരുന്നു? പോസിറ്റീവ് ചാർജ്. ഇനി ഒന്ന് എന്തുവായിരുന്നു? നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേര് പ്രോട്ടോൺസ്. അതേപോലെ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ. ഇനി ആറ്റത്തിന്റെ കൺസെപ്റ്റ് എടുത്ത് നോക്കുമ്പോൾ സെന്ററിലുള്ള ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. ന്യൂട്രോൺസ് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളാണ്, പ്രോട്ടോൺസ് പോസിറ്റീവ് ആണ്. ആൻഡ് ദീസ് ഇലക്ട്രോൺസ് വിൽ റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ ഓർബിറ്റ്സ് അല്ലേ? ആ സർക്കുലർ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോൺ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? മൂവ്മെന്റ് എക്സിബിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഫ്ലോ ഓഫ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്.
സാധാരണഗതിയിൽ ഒരു ബോഡി എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും എന്തുമായിരിക്കും, ഇലക്ട്രോൺസും എന്തുമായിരിക്കും, സെയിം ആയിരിക്കും. സോ ഒബ്ജക്റ്റ് വിൽ ബി ബേസിക്കലി ഇലക്ട്രിക്കലി ന്യൂട്രൽ. 10 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 10 നെഗറ്റീവ് ചാർജ് ക്യാൻസൽ. ഇതുപോലെ രണ്ട് ഒബ്ജക്ട്സിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, റബ്ബ് ചെയ്യുവാണെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ബോഡിയിലോട്ട് ഫ്ലോ ചെയ്യും. നെഗറ്റീവ് ചാർജസിനെ ലൂസ് ചെയ്യുന്ന ബോഡി പോസിറ്റീവായിട്ട് മാറും, നെഗറ്റീവ് ചാർജിനെ ഗെയിൻ ചെയ്യുന്ന ബോഡി എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് പോസിറ്റീവ് ആകുന്ന ഒബ്ജക്ട്സിനെ എന്ന് വിളിക്കാം ഇലക്ട്രോ പോസിറ്റീവ്. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് നെഗറ്റീവ് ആകുന്നതിനെ വിളിക്കും ഇലക്ട്രോ നെഗറ്റീവ്. ഇനി അതേപോലെ നമ്മൾ അതിന്റെ വാല്യൂ പഠിക്കാനുണ്ട്. ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁹ ആണ്. അതേപോലെ പ്രോട്ടോൺ ആണെങ്കിൽ +1.6 എന്ന് എഴുതും, ഇലക്ട്രോൺ ആണെങ്കിൽ -1.6. ഓക്കെ, അപ്പം ഇതാണ് മെഷർമെന്റിന്റെ വാല്യൂ. ഫ്രിക്ഷണൽ മെത്തേഡ് നമ്മൾ പറഞ്ഞായിരുന്നു. രണ്ട് പെയർ പഠിക്കാൻ പറഞ്ഞാൽ സിൽക്ക് റബ്ഡ് വിത്ത് ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആകും, എബണൈറ്റ് റോഡ് റബ്ഡ് വിത്ത് ഫർ, എബണൈറ്റ് എന്തായിട്ട് മാറും, നെഗറ്റീവ് ആയിട്ട് മാറും. ഇനി നമ്മൾ പഠിച്ചത് ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടിസേഷന്റെ ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. Q is equal to NP. അതായത് N എന്തുവാണ്, നമ്പർ ഓഫ് ചാർജസ്, അത് കൗണ്ടിങ് നമ്പേഴ്സ് ആയിരിക്കണം. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഒരിക്കും 1 2 3 ഒക്കെ വരാൻ പാടുള്ളൂ, 2 3 കലർന്ന് വരും. Okay, so Q is equal to ±NPE. ബേസിക് ചാർജ് ആണ്. പ്ലസ് വരുന്ന എപ്പോഴാണ് പ്രോട്ടോൺസ് വരുമ്പോൾ, മൈനസ് വരുന്ന എപ്പോഴാണ് ഇലക്ട്രോൺസ് വരുന്നത്. ഒരു സിമ്പിൾ പ്രോബ്ലത്തോട് കൂടെ നമുക്ക് ഫസ്റ്റ് സെഷൻ വൈൻഡ് അപ്പ്. ഒരു ചെറിയൊരു പ്രോബ്ലം. അപ്പൊ ഞാൻ ചോദിക്കുന്നു, പഠിച്ച ഇക്വേഷൻ ആണ് Q is equal to ±NP. നമുക്ക് പഠിച്ച ഇക്വേഷൻ. അപ്പൊ ഞാൻ പറയുന്നത് 1 കൂളംബ് ചാർജ് ഉണ്ടെങ്കിൽ, ഓക്കെ, നമ്മളൊരു ബോഡി എടുത്തു, ഈ ബോഡിയുടെ ടോട്ടൽ ചാർജ് നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു, 1 കൂളംബ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര ചാർജസ് ഉണ്ട്? ഇതെന്തുവാണ്, ടോട്ടൽ ചാർജിന്റെ വാല്യൂ ആണ് അല്ലേ. ടോട്ടൽ ബോഡിക്കകത്ത് 1 കൂളംബ് ചാർജ് ഉണ്ട്. എന്ത് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ചാർജസ് കണ്ടുപിടിക്കും അല്ലേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്തുവാ, Q is equal to 1 കൂളംബ്. നമ്പർ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞേക്കുന്നത്. സോ വി ക്യാൻ പുട്ട് ക്വസ്റ്റ്യൻ. ഇനി വേറെ എന്തുണ്ട്, ചാർജിന്റെ വാല്യൂ. ചാർജിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 1.6 × 10⁻⁹ കൂളംബ് അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തുവാ, Q is equal to NE. ±NE ആണ്. ഇനി അപ്പൊ നമ്പർ എന്ന് പറഞ്ഞ എപ്പോഴും പ്ലസ് ആണല്ലോ, നമുക്ക് -2 സാധനങ്ങളൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും പ്ലസ് ആണ്. സോ ജസ്റ്റ് ടേക്കിംഗ് പോസിറ്റീവ്. അപ്പൊ N is equal to എന്ത് വരും, Q divided by. ഇവിടെ Q എത്രയാണ്, 1 divided by. ഇനി ബേസിക് ചാർജിന്റെ വാല്യൂ എത്രയാണ്, 1.6 × 10⁻⁹ അല്ലേ. 10⁻⁹ മുകളിൽ കൊണ്ടുപോയി ഇത് വാല്യൂ എടുക്കുന്നു 6.25 × 10⁻18 എന്ന് കിട്ടും അല്ലേ. അപ്പൊ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്, അതും 6.25 × 10⁻18 നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്. എത്ര ചാർജ് ഇത്, 1 കൂളംബ്. അത് കൈകാട്ട് ചെയ്ത് വെക്കുക. 1 കൂളംബ് ചാർജ് കൺസിസ്റ്റ് ഓഫ് 6.25 × 10⁻18 ചാർജസ്. ഓക്കെ, അത് -1 കൂളംബ് ആണെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, +1 കൂളംബ് ആണെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദി സെഷൻ. താങ്ക് യു.